ഈ സ്മൈൽ ഡിസൈനിങ് എന്താ ഡോക്ടറെ? പല സിനിമാ താരങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്മൈൽ കറക്ഷൻ ചെയ്തെന്ന്. അതെന്താ സംഭവം? സ്മൈൽ ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്മൈലിനെ കുറച്ചുകൂടെ എങ്ങനെ ബെറ്റർ ആക്കി എടുക്കാമെന്നാണല്ലോ. സോ ഈ സ്മൈൽ ഡിസൈനിങ്ങിൽ വരുന്നത് പല്ലിന്റെ കറക്ഷൻ മാത്രമല്ല, നമുക്ക് മോണയുടെ ഇഷ്യൂസും അതുപോലെ ലിപ്പിന്റെ കറക്ഷനും സ്മൈൽ ഡിസൈനിങ്ങിൽ പെടുന്നതാണ്. പല്ലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന് പലർക്കും ചിലപ്പം സൈസ് ചെറുതായിരിക്കാം. ആ സൈസ് നമുക്ക് പതുക്കെ വലുതാക്കാം. ഒന്നെങ്കിൽ നോർമൽ ഒരു കോമ്പോസിറ്റ് ഫില്ലിംഗ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്രൗൺ ഇട്ടോ വെനീറിംഗ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തോ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രണ്ടിൽ ഒരു പല്ല് മിസ്സായ ഒരു വ്യക്തിക്ക് ഫ്രണ്ടിൽ പല്ല് നമുക്കൊരു ഇംപ്ലാന്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫിക്സ്ഡോ റിമൂവബിൾ ആയിട്ടുള്ള ഒരു പല്ല് സെറ്റ് വെച്ചോ നമുക്കതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സ്മൈൽ ഡിസൈനിങ്ങിൽ പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് നിറതെറ്റിയ പല്ലുകളെ നമ്മൾ മുത്തൊട്ടിച്ച് കമ്പിയിട്ട് കറക്റ്റ് ചെയ്യും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിന് കുറച്ച് ടൈം എടുക്കും. ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലൈനർ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യാം. സോ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷനും വ്യത്യാസമാണ്, കോസ്റ്റും വ്യത്യാസമാണ്. ഓരോ പേഷ്യൻ്റെയും എന്താണ് പ്രശ്നം അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഇതെല്ലാം സ്മൈൽ ഡിസൈനിങ്ങിൽ പെടുന്നതാണ്. ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അത് സ്മൈൽ കറക്ഷൻ ചെയ്തു എന്ന് പറയുന്നത് അവരവരുടെ പ്രശ്നം എന്താണോ അതിനെ അവർ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് വഴി കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതെല്ലാം സ്മൈൽ ഡിസൈനിങ്ങിൽ പെടുന്നതാണ്.